ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയമെന്ന് ഗോൾഡ് മെഡലിൻ്റെ കർവ് എന്ന് പറയുന്ന മോഡലാണ്. അതായത് പല ടൈപ്പ് മോഡൽസ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. മോഡുലാർ ടൈപ്പ് ഇത് ഗോൾഡ് മെഡൽ എന്ന് പറയുന്ന കമ്പനിയുടെ കർവ് എന്ന് പറയുന്ന മോഡലാണ്. അത്യാവശ്യം ഒരു 90% കംപ്ലയിൻറ്റ്സ് മാക്സിമം കുറവുള്ള മോഡലുകളിൽ ഒന്നാണ്. അപ്പോൾ അതിൻ്റെ ഔട്ടർ സോക്കറ്റിൽ വരുന്നതിന് ഔട്ടർ പാർട്സാണ് വന്നിരിക്കുന്നത്. അതായത് 2 ഷീറ്റാണ് നോർമലി ലെവൽ വരുന്നത്. അതിൻ്റെ ഏറ്റവും ഔട്ടർ വരിക്കുന്ന ഷീറ്റാണ് ഈ വരുന്നത്. ഏറ്റവും ഫിനിഷിങ് സ്റ്റേജിൽ അവസാനം കാണുന്ന ഇതായിരിക്കും അതിൻ്റെ ഏറ്റവും ഫിനിഷിങ്ങിൻ്റെ സ്റ്റേജ് വരുന്നത്. അതിൻ്റെ ഏറ്റവും മുകളിൽ ഗ്ലോസി ആയിട്ടുള്ള ഏറ്റവും ടോപ്പ് വരുന്ന ആ കവറാണ് കണ്ടത്. അതിന് താഴെ വരുന്ന ഇതാണ് നമ്മൾ സ്വിച്ചുകളെല്ലാം പിടിപ്പിക്കുന്നത് ഈ ഷീറ്റിലാണ് വരുന്നത്. നല്ല ഹൈ ക്വാളിറ്റിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇതിപ്പോൾ 18 മോഡ്യൂളിൻ്റെ ബോക്സാണ് വന്നിരിക്കുന്നത്, ഷീറ്റാണ് വന്നിരിക്കുന്നത്. അതായത് ഒരു സ്വിച്ച് എന്ന് ഉദ്ദേശിച്ച ഒരു മോഡ്യൂളാണ്. ഒരു റെഗുലേറ്റർ എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ 2 മോഡ്യൂളിൻ്റെയും വരുന്നുണ്ട്, 1 മോഡ്യൂളിൻ്റെ വരുന്നുണ്ട്. പ്ലഗ് സോക്കറ്റ് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് 2 മോഡ്യൂളാണ് വരുന്നത്. ഇതിപ്പോൾ നമ്മൾ സ്വിച്ച് ഉദ്ദേശിക്കുന്നത് 1 മോഡ്യൂളാണ് വന്നത്. അപ്പോൾ അത് നമ്മൾ കൊടുത്തിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിത് DP സ്വിച്ചും കാര്യങ്ങളും കാണിച്ചു. DP സ്വിച്ച് ഇട്ടതിന് ശേഷം DP സ്വിച്ച് ഉദ്ദേശിച്ചാൽ നമ്മൾ മോട്ടറിന് വേണ്ടി കണക്ഷൻസ് ഉപയോഗിക്കുന്നത്, TVക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്, AC-ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് എല്ലാം DP സ്വിച്ചാണ്. 32 ആംസിൻ്റെ DP സ്വിച്ചാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ സ്വിച്ച് ആണ് നമ്മൾ ഈ കണ്ടത്. അതിൻ്റെ ഫിനിഷിംഗ് സ്റ്റേജ് അവസാന അവസ്ഥയിൽ ഇതായിരിക്കും വരുന്നത്. നന്നായിട്ട് അതിൻ്റെ ഉള്ളിൽ വന്ന് പ്ലേറ്റ് ആണ് കാണുന്നത്. ഇത് 8 മോഡ്യൂളിൻ്റെ വന്നിരിക്കുന്നതാണ്. 8 മോഡ്യൂളിൻ്റെ അതിൻ്റെ സ്വിച്ചുകളെല്ലാം നമ്മൾ ഈ ഷീറ്റിലാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അതിന് ശേഷമാണ് നമ്മൾ ഈ പറയുന്ന എല്ലാ ഫിറ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം പെയിൻറ്റിങ് കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഈ പറയുന്ന ഏറ്റവും ടോപ്പിലെ ഈ കവർ ഇടുന്നത്. അതല്ലെങ്കിൽ അതിൻ്റെ ഗ്ലേസിംഗ് ഒക്കെ പോകാനുള്ള ചാൻസ് കാര്യങ്ങൾ കൂടുതലാണ്. അപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ ഫിനിഷിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം ഫിനിഷിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ കാണുന്ന ഷീറ്റിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഔട്ടറിൻ്റെ ഒരു ഷീറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് 2 വേ സ്വിച്ച്, 1 വേ സ്വിച്ച്, പ്ലഗ് സോക്കറ്റ്, അതുപോലെ തന്നെ റെഗുലേറ്റർ, പിന്നെ അതിന് 1 മോഡ്യൂളിൻ്റെ ഇൻഡിക്കേറ്റർ സ്വിച്ച് വരുന്നുണ്ട്, പിന്നെ DP സ്വിച്ച്, ഇതെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടോ, നമ്മൾ എത്ര അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്വിച്ച് കാര്യങ്ങൾ ടൈറ്റ് ചെയ്തതിൻ്റെ ഈ ചേര, അതായത് ടൈലിനോടാണെങ്കിലും ഭിത്തിയോടാണെങ്കിലും നന്നായിട്ട് ചേര പറ്റിയിരിക്കുന്ന അവസ്ഥയിലാണ്. ഒട്ടും തന്നെ പ്രൊജക്ഷൻ ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് കിട്ടുന്നത്. അതിന് ഫിനിഷിംഗ് സ്റ്റേജ് വരുന്ന സമയത്ത് നമുക്ക് ഈ ലെവലിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ അത്യാവശ്യം ഒരു 90% വേണമെങ്കിൽ പറയാം നമുക്ക് കംപ്ലയിൻറ്റ്സ് വളരെ കുറഞ്ഞ ഗോൾഡ് മെഡലിൻ്റെ കർവ് എന്ന് പറയുന്ന മോഡൽ. ഗോൾഡ് മെഡലിൻ്റെ ഒരുപാട് മോഡൽസ് ഇറക്കുന്നുണ്ട്. അതിൽ സെപ്പറേറ്റ് വരുന്ന മോഡൽസാണ് കർവ് എന്ന് പറയുന്ന മോഡൽ. നല്ലൊരു ശതമാനം, ഏകദേശം ഒരു 10-12 വർഷമായിട്ട് ഞങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഏകദേശം ഒരു നല്ല രീതിയിൽ തന്നെ കംപ്ലയിൻറ്റ് മാക്സിമം കുറവുള്ള മോഡൽസ് ഒന്നാണ്. നമുക്ക് ധൈര്യമായിട്ട് വിശ്വസിച്ച് വെച്ച് കൊടുക്കാൻ പറ്റുന്ന, പാർട്ടിക്ക് വെച്ച് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു മോഡൽസാണ് നമ്മളീ പറയുന്ന കർവ് എന്ന് പറയുന്നത്. അപ്പോൾ മോഡുലാർ ടൈപ്പ് സ്വിച്ചുകളിൽ കർവ് എന്ന് പറയുന്ന മോഡലാണ് നമ്മളിന്ന് പരിചയപ്പെട്ടത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലേ നമ്മൾ ഇതുപോലെ ഇൻഫർമേറ്റീവായി വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.